ചത്ത്. ഏതലക്ഷതം പുതിയ വീടിലേക്ക് നമ്മൾ പിന്നെയും നമ്മളെ മൈൻക്രാഫ്റ്റ് വേൾഡിലാന്ന് വന്നിട്ടുള്ള സോംബി തേർഡ് പേഴ്സണിൽ അടിക്കാനും പറ്റില്ല. ഇത് നമ്മളെ നെതർ പോർട്ടലാക്കാൻ നമ്മൾ നെതർ പോകാൻ പോകുന്ന. സോ അത്യാവശ്യം എടുക്കാണ്ട് വീട്ടിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മൾ ഗെയിമിൽ വന്നിട്ടുണ്ട്. സോ ഫസ്റ്റ്ലി ഞാൻ ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ കുറച്ചൊരു എക്സ്ട്രാ ടാബ് ഡോർ വന്നിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഇട്ടിയാണ്. പ്രത്യേകിച്ച് ദിവസം കാര്യമൊന്നുമില്ല. അതിൽ എനിക്കൊരു വലിയൊരു സംഭവം കിട്ടി ഈ സാധനം ഉണ്ടാക്കിയപ്പോൾ. ഇവിടെ ഇറത്തുള്ളിലേക്ക് എനിക്ക് നേരെ താഴെത്താം. ഇവിടെ വെള്ളമാണ്. സോ ഇവിടെ ഞാനൊരു മൈനിങ് ഏരിയ ആക്കി. മൈനിങ് ഒന്നും ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് ഒരു ഏരിയ ആക്കി ഇവിടെ ജസ്റ്റ് തന്നെ വെച്ച് അത്രയേ ഉള്ളൂ. സോ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു സാധനം കിട്ടി. നിങ്ങൾ പറയായിരിക്കും സ്ക്രിപ്റ്റഡോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുന്നു, പക്ഷെ അങ്ങനെയല്ല. ഇത് ഞാൻ വെറുതെ താഴോട്ടേക്ക് ഇങ്ങനെ മൈൻഡ് ചെയ്യുന്നായിരുന്നു. വീട്ടിൽ നിന്ന് ഞാൻ കാഞ്ചറ മുകളിൽ പോയി കാഞ്ചറ എന്തായാലും ഇതെന്നാ സാധനം ഞാൻ കാഞ്ചരാം. ഇത് പൊട്ടിച്ച് ഞാൻ കണ്ടാണ്. അയ്യോ, ഇതും കൂടി പൊട്ടിക്കണ്ടിട്ട് വെക്കാറ്. ഇങ്ങോട്ടേക്ക് മാറി ഇതും കൂടി പൊട്ടിച്ച് ഇതാ നമ്മളെ സ്ട്രോങ് ഹോൾഡ്. നമ്മൾ ശരിക്കും സ്ട്രോങ് ഹോൾഡ് കണ്ടുപിടിച്ച് എൻ്റെ വീട്ടിലെ നേരത്തായി സ്ട്രോങ് ഹോൾഡ്. സോ അടിപൊളിയായി. ഈസിയായിട്ട് സ്ട്രോങ് ഹോൾഡ് കിട്ടി. എനിക്ക് ഒരു പണിയോട് കണ്ട് ഞങ്ങൾ അടച്ചേക്കാം, അല്ലെങ്കിൽ ഞാൻ മുകളിൽ ഇങ്ങനെ ഉള്ളുമ്പോൾ ഇവിടെ വന്നിട്ട് കുടുങ്ങിപ്പോവും. സോ അതൊരു പ്രശ്നമാണ്. സോ ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതെല്ലാം കവർ ചെയ്താണ്. ഇത് ഫുൾ ഓപ്പൺ ആയിരുന്നു. നേരെ സ്ട്രോങ് ഹോൾഡ് അകത്തേക്കായിരുന്നു വരുന്നുണ്ടായിരുന്നു. സോ എല്ലാം മറ്റേ ഡിഗി പ്ലേറ്റ് ബ്ലോക്ക് വെച്ചിട്ട് കവർ ചെയ്ത് മുകളിൽ പോയാൽ ഞാൻ പറഞ്ഞില്ല എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ആക്കിയാണ്. ഒരു സ്ക്രിപ്റ്റ് വല്ല ഒന്നുമല്ല. സ്ക്രിപ്റ്റല്ല കണ്ടുപിടിച്ചിട്ട് വന്നിട്ടാക്കിയൊന്നല്ല, അറിയാണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആയി പോയിട്ടായിരുന്നു. പിന്നെ മര്യാദയ്ക്ക് ഞാനിത് വീഡിയോ എടുക്കും ബാക്കി വേണ്ടി വെറുതെ ഇതിൻ്റെ അടിയാക്കിയിട്ട് ഇതാക്കി. സോ ഞാൻ ഇവിടെ എനിക്ക് വീടിൻ്റെ അകത്ത് തന്നെ മൈനിങ് ഏരിയ വേണമെന്നുണ്ട്. അതിന് ഞാൻ വെച്ച് ജസ്റ്റ് പൊട്ടിച്ചിട്ടാക്കാം. പക്ഷെ അത് സ്റ്റെപ്പിൽ കുഴപ്പമില്ല, സ്റ്റെപ്പിലേക്ക് വരും. അതുകൊണ്ട് ഞാനൊരു സ്ഥലം നോക്കിയപ്പോൾ ഒരിക്കൽ ശരിയാക്കും. പക്ഷേ ഇതാക്കി കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് പൊട്ടിക്കേണ്ടി വരും. അപ്പോൾ ഒരു വൃത്തിയില്ല. ഞാൻ നോക്കിനായിരുന്നു കാണിച്ചാൽ. പിന്നെ അത് പൊട്ടിച്ച് ഒരു വൃത്തിയില്ല, ഇവിടെ ഒരു എന്തോ പോലെ ഉണ്ട്. സോ അതുകൊണ്ട് ഞാനതും ചെയ്തിട്ടില്ല. പിന്നെ നടുക്ക് കൊണ്ടിട്ട് ഇടാൻ പറ്റില്ല, അതുകൊണ്ട് ഒരു എഡ്ജ് കൊണ്ടിടാം. സോ എനിക്ക് വേറെ സ്ഥലം കിട്ടാത്തതുകൊണ്ട് ഞാനിവിടെ പോയി ആക്കി. ഇവിടെ പോയി ആക്കിയപ്പോൾ ഈ സാധനം കിട്ടി എനിക്ക്. സോ എനിക്ക് കുറച്ച് പിക്കാക്സെല്ലാം ഉണ്ട്. പിക്കാക്സ് 3 ഉണ്ട്, വുട്ടുണ്ട്. നമുക്കൊരു മൈനിങ് സ്റ്റാർട്ട് ചെയ്യാം. ശരിക്കും എനിക്ക് 5 ഡയമണ്ട് വേണം, 3 പിക്കാക്സിന്. പിന്നെ എനിക്ക് മറ്റേ ഇതും കൂടി വേണം, എൻജാനിങ് ടേബിളും കൂടി ആക്കണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിക്കാക്സിനെ എൻജാൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വേഗം ഇതാക്കാൻ പറ്റും. ഡയമണ്ട് ആർമറാക്കൽ ഈസിയാവും എനിക്ക് കുറച്ചും കൂടെ. സോ നല്ലതാണ്. നോർമൽ അയൺ പിക്സ് വെച്ച് മൈൻ ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് ഇത് വെച്ചിട്ട് മൈൻ ചെയ്യുന്നത്. എഡ്ജിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നില്ലേ? പുറത്ത് പോകണം, പുറത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ എനിക്കത് എൻജാൻ്റ് ആണോ എന്നിട്ട് വേണം ബാക്കി ഡയമണ്ട് കണ്ടുപിടിക്കുക. ഇപ്പം എനിക്ക് 5 ഡയമണ്ട് മതി. അത് കിട്ടി കഴിഞ്ഞാൽ 3 പിക്കാക്സ് ആക്കി എനിക്ക് വേഗം നെതർ പോർട്ടലാക്കാൻ പറ്റും. അതിന് വേണ്ടി ലാവ പൂൾ എനിക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അത് പിക്കാവുന്ന കുയിക്കുമ്പോഴത്തേക്കും കിട്ടും. അങ്ങനെ സാറിന് കിട്ടുന്ന ഞാൻ സ്ട്രേറ്റ് വെച്ചു. കുറച്ച് അടുക്ക അങ്ങോട്ടും ഇങ്ങോട്ടും മാറണോ? മതിയാവോ? ഇതൊന്നും ഞാൻ കാണിച്ചിട്ടില്ലല്ലോ.
ഇവിടെ കുറേ ചെസ്റ്റ് വെച്ച് ഇവിടെ എനിക്ക് സാധനങ്ങൾ ഇടാൻ പറ്റും. ഇതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ കച്ചറയെല്ലാം കളഞ്ഞേക്കാം. ഇവിടെ എനിക്ക് കുറച്ച് കച്ചറകളുണ്ട്, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ഇട്ടേക്കാം. കുറച്ച് അയാളെല്ലാം എനിക്ക് കിട്ടിയതിന് അതെല്ലാം അതും ഇതിൻ്റെ മുകളിൽ നിന്ന് മൈൻ ചെയ്ത് തരുമ്പോൾ കിട്ടിയത്, അല്ലാണ്ട് ഞാൻ സ്ട്രിപ്പ് മൈൻ ചെയ്തിട്ടില്ല. ഇനി ഒരു സൈഡിലേക്ക് തിരിയാം. അങ്ങനെ തിരിഞ്ഞ് പോവുക, അതാ നല്ല. വേണ്ട തിരിയുണ്ടോന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് സ്ട്രൈറ്റ് തന്നെ പോവാ, അതാ നല്ല. അതാകുമ്പോൾ നേരെ പോയിക്കാനാണെങ്കിൽ പിന്നെ അധികം പണി ഉണ്ടാവില്ല, നേരെ തന്നെ ഒഴിച്ച് കുഴിക്കാൻ പറ്റും. ഇവിടുന്ന് ലാവേല സൗണ്ട് ഉണ്ട്, എന്നെ കേൾക്കുന്നുണ്ടോന്ന് അറിയാൻ വോളിയം ഒന്ന് കൂട്ടി വെക്കാം. ഇപ്പൊ നേടിയ സൗണ്ട് ഇവിടുത്തെ ലാവേല സൗണ്ട് കേൾക്കുന്നു. ലാപ്പോൾ എന്താ മോളിൽ നറ്റാൻ തോന്നുന്നു. മോളിൽ നേരെ കുഴിക്കില്ല. ഞാനിങ്ങനെ കൊട്ടെ എക്സോട്ട് ചെയ്യും. കേൾക്കുന്നുണ്ട്. വീടിയാറ്റാ ഇതോടെ സൗണ്ട് ലാപ്പിൾ കിട്ടിയെന്ന് തോന്നുന്നു. ലാഭ പൂളല്ലെങ്കിൽ ഒരു ലാഭേൻ്റെ കഷ്ടം കിട്ടും. റേഡിയോ കിട്ടിട്ട് അയ്യോ ഇപ്പൊ കുറച്ച് മുകളിലോട്ട് കൊണ്ടി വരും. ഞാൻ എവിടുന്നോ ലാവേൻ സൗണ്ട് ഒക്കെ ഉണ്ടെന്ന്. അയ്യോ അവിടെ ലാവ്യ എൻ്റെ മുകളിൽ പോണ്ടായിരുന്നു വെക്കാം. ലാപ്പുള കിട്ടി. ലാപ്പുള ഞാൻ എനിക്ക് ഇടാൻ ഓപ്ഷൻ കഴിഞ്ഞാൽ ഇപ്പം കരിവലി എനിക്കുണ്ട്. ഡയമണ്ട് ആയിട്ടുണ്ടോ നോക്കണം. ഇങ്ങടുത്ത് പറഞ്ഞറിയില്ല, ഞാൻ ഈ വേൾഡ് 1.21 അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് സോ അതൊരു ഇതാണ്. ടാൽചേമ്പറിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ വേണ്ടി കൺട്രോൾസ് ഭയങ്കരമായിട്ട് മാറിപ്പോയി. ഇപ്പം ബെറ്റർ ഒരു വല്ലാത്തൊരു കൺട്രോൾസ് ആയിക്കഴിഞ്ഞ് കൺട്രോൾസ് വന്നതിന് ശേഷം എന്തോ എനിക്ക് ഒരു വൃത്തിയില്ല കാണാൻ വേണ്ടത്തോരാ. ഇത് 8 ഡയമണ്ടൊന്നും കിട്ടില്ല. ഞാൻ ഡയമണ്ട് കിട്ടി നിങ്ങളെ കാണാം. ഓക്കെ എനിക്ക് ഡയമണ്ട് കിട്ടി. 3 ഡയമണ്ട് ഉണ്ട്. സോ വീടിനെ കൊണ്ട് പൊട്ടിക്കുന്നു. 3 അല്ല 4 ഉണ്ട്. 5 പ്ലീസ് 5 ഓക്കെ 4 അത്രയേ ഉള്ളൂ. അതിനേക്കാളുണ്ട് എവിടെയെങ്കിലും സൈഡിലാട്ടോ. ഒരു ഡയമണ്ട് കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പോവായിരുന്നു. 4 കിട്ടിയുള്ളൂ. ഒന്നും കൂടെ നോക്കാം, തപ്പി നോക്കാം.
ഓക്കെ, സോ എനിക്ക് പിന്നെ ഡയമണ്ട് കിട്ടി. ഇവിടെ 2 ഡയമണ്ട് കിട്ടി എനിക്ക്. സോ 2 അല്ല 3 കിട്ടി. ഓക്കെ 7 ഡയമണ്ട്. ഓക്കെ, നമുക്ക് പോയിട്ട് ഓപ്പോസിറ്റ് മൈൻ ചെയ്യാം. എന്തായാലും ഇവിടെ നിന്ന് തന്നെ അതിന് ഡയമണ്ട് പിക്കെക്സ് ആക്കിയിട്ട് മൈൻ ചെയ്യാൻ പോയിക്കളെ. കൂടാണ്ട് ഇവിടെ ലവ പോലുണ്ട്, പക്ഷെ ഞാനവിടെ പോകുന്നില്ല. പിന്നെ പോയിക്കാണ്ട് പാടായിരിക്കും. സോ ഇവിടെ പോകുന്നില്ല, അങ്ങ് പോയി തന്നെ ഇതാക്കാം. അവിടെ അമ്മ ഫുൾ സെറ്റാക്കി വെച്ചില്ല. ആദ്യം ഇത് മഴ ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ സ്റ്റിക്ക് പിക്സ്. ഓക്കെ, ചെറിയ നെറ്റിനെന്താ പറഞ്ഞുകൊണ്ട് തോന്നുന്നു കുറച്ച് ടൈം എടുക്കുന്നുണ്ടായിരുന്നു. പൊട്ടിക്കാം. ലഭിക്കാറില്ല അവൻ്റെ അകത്തു. വരില്ല. ഇനി ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇരുന്ന് പൊട്ടിക്കാം. അത്ര എയർപോർട്ടിന് വേണ്ട. താഴെ 2, ഉള്ളിൽ 2, അല്ല താഴെ 4, മുകളിൽ 4, സൈഡ് 3 ഐറ്റ് 2 ഐറ്റ് ആയിരുന്നു. ഓർമ്മയില്ലാലും 3 വെച്ച് കൂട്ടിക്കഴിഞ്ഞാലും 4, 3 ആയിരുന്നാ. എനിക്കൊരു 14 എടുത്തിട്ട് പോവാം. 14, 12 അല്ല 14 ആയിരിക്കും. 12 ആയിരിക്കുമോ? 14 എടുത്തിട്ട് പോവാം. മറ്റേ സാധനത്തിനും വേണ്ടേ, അപ്പോൾ ഒരു 15 എടുത്തിട്ട് പോകാം. എന്തായാലും എൻജോയിങ് ടേബിളിനും വേണ്ടേ. 16 എടുത്തിട്ട് പോവാം. 15, 16. ഓക്കെ സെറ്റ്, നമുക്ക് പോവാം. ഫുഡ് ഇതായി എല്ലാ വെള്ളത്തിനെ കൊണ്ട് ടോസ്റ്റ് വെച്ചേക്കും. ഇതൊരു മെയിൻ സാധനങ്ങളുടെ സോറി ഇതൊന്നും റെഡ് സ്റ്റോണ് ഇതെല്ലാം ഇവിടെ വെച്ചേക്കാം. ഡയമണ്ട് പിക്കെക്സ് ഇനി ആവശ്യമില്ല, സോ അതവിടെ നോട്ടെ. പിന്നെ എനിക്ക് നോക്കാനുണ്ടോ എന്തെങ്കിലും നമ്മൾ എന്തെല്ലാം വേണ്ട. നാല് അപ്സൈഡിലും ഡയമണ്ട് 2 ഉണ്ട്. ഓക്കെ, സോ ഒരു ബുക്കില്ല, അതോട് അപ്പം പിന്നെ ആക്കാത്. അയാളിപ്പോൾ ആവശ്യം വരും, കാരണം ഇപ്പം പോർട്ടിൽ ഇഗ്നൈറ്റ് ഉണ്ട്. ഇതിവിടെ വന്നോട്ടെ. പിന്നെ ഇവിടെ കോളിലവിടെ നിന്നോട്ടെ. വേറെ ഒന്നും മാറ്റാനില്ല, പോയിട്ട് കിടക്കായിരിക്കും. വെൻ്റ് വേണമല്ലേ ഇനി, പിന്നെ എടുക്കാൻ പറ്റും. അങ്ങനത്തെ ഓർഡറുണ്ടാവുക. ശരി, കറക്റ്റാ. അപ്പം ഞാൻ പോയിട്ട് ഓപ്സൈഡിന് എടുക്കേണ്ടി വരും മിക്കവാറും മറ്റേന് വേണ്ടിയിട്ട് തന്നെ. സോ ഭാഗ്യം എടുത്തിട്ട് വന്ന് ഇത്ര കാലം. ഇനി ഗ്രാവൽ വേണമല്ലേ. ഇതാ ഗ്രാവൽ തോടിയതാ. എടുത്ത് ഓട്ടിക്കണം. എത്ര സ്വാമി, എത്ര സ്വാമി എന്നറിയോ. വീഡിയോ തന്നെ എഡിറ്റ് ചെയ്യാൻ പോയി തന്നു. എൻ്റെ അമ്മേ, ഓൾമോസ്റ്റ് 30 പ്രാവശ്യം ഞാൻ പൊടിച്ചിട്ടുണ്ട് ഇതിന്.
ഓക്കെ, അതിപ്പോൾ ഇഗ്നൈറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഏറാന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും ഇല്ലല്ലോ. ഇല്ല. എന്തോ സംഭവിച്ചതിനോടാ എന്നെ ആരോ അടിച്ചിന്. എനിക്ക് സൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു, പോർട്ടിലോട്ട് ആരോ ഇടിക്കുന്നുണ്ട്. ലാഭ അയ്യോ എൻ്റെ അമ്മേ, ചത്തു. എല്ലായിടത്തും ചത്താണല്ലോ. അതുള്ള വിധത്തിലുള്ള വേസ്റ്റ് ആയിപ്പോയി. ചാവ് വരുന്നല്ലോ കൂട്ടി. ഫുഡ് മാറ്റി ചെയ്യുമ്പോൾ ബ്ലോക്ക് നെതറിൽ വരില്ല. നല്ല റിസ്ക് ആയിപ്പോ, കൂടാണ്ട് ലാഭിയോ ഈ സ്ഥലത്ത്. ഗോസ്റ്റ് ചത്ത്. വല്ലാത്തൊരു സ്ഥലം. എന്തായാണ് ആർമർ ഓവർ. ഓക്കെ, സോഡെല്ലാം കത്തിപ്പോയി, ഭക്ഷണം കത്തിപ്പോയി, എല്ലാം കത്തി. ഇവിടെ മലയെ പിന്നെയാക്കാം. ആദ്യം മറക്കൊല്ലണം. ഫുഡും ഇല്ല ഇവലിപ്പം. ഇവിടെ ഒരു പ്ലാറ്റ്ഫോം പോലെ ആക്കിയാം. ധ്യാനത്തായപ്പോ വിളിച്ചിട്ടുണ്ട്. എന്തായാലും ലെവലുണിയത്ത് സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓൻ തന്നെയാവണേ. ഓക്കെ, എവിടെയും കൂടിയുണ്ട്. എല്ലാം കൂടി അത് ഞാൻ കേട്ട് പറയാം. കീര് സേഫ് ആക്കിയിട്ടുണ്ട്. ഇനി അപ്പർ സൈഡ് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഓക്കെ, സേഫ്. ഓ എൻ്റെ അമ്മ, എന്തൊരു കഷ്ടമായിരുന്നു. എൻ്റെ സാധനങ്ങളെല്ലാം പോയി. അത് കുഴപ്പമില്ല, ഞാൻ എങ്ങനെയെങ്കിലും ആക്കിക്കോളും. അടുത്ത് വിടാൻ പറ്റും.
സോ ഞാൻ തിരിച്ചു പോകുന്ന എന്തായാലും എന്നിട്ട് വീഡിയോ എൻ്റെ ചെയ്യാം. ഓക്കെ, നമ്മൾ നെതർ പോർട്ടലാക്കി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ. Turn it on.